സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ വിശ്വസ്തർക്ക് സീറ്റ് ഉറപ്പാക്കിയ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ പിടിമുറുക്കുന്നു. ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമാണ് കെ.സി. വേണുഗോപാൽ നടത്തുന്നത് എന്ന് എതിർവിഭാഗം പറയുന്നു. സ്ഥാനാർത്ഥികൾക്കൊപ്പം കെ.സി. വേണുഗോപാലിന്റെ ചിത്രങ്ങളോടുകൂടിയ പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിച്ചതും പാർട്ടിക്കുള്ളിൽ ചർച്ചയാണ്. എന്നാൽ തന്റെ ചിത്രം വെച്ച് പോസ്റ്റർ ഇറക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പോസ്റ്റർ ഇറക്കുന്നതിൽ പ്രശ്നമില്ലെന്നും അവരെല്ലാം കോൺഗ്രസ് നേതാക്കളാണെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയതോടെയാണ് പട്ടികയിലെ 1/3 പേരും കെ.സി. വേണുഗോപാൽ പക്ഷത്ത് നിൽക്കുന്നവരാണെന്ന് വ്യക്തമാകുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാലിന് ദേശീയ നേതൃത്വത്തിലുള്ള സ്വാധീനം കൂടി മനസ്സിലാക്കി AI ഗ്രൂപ്പിൽ നിന്നവർ കെ.സി. പക്ഷത്തേക്ക് മാറുന്ന കാഴ്ചയാണുള്ളത്. 1/3 സീറ്റ് വിശ്വസ്തർക്ക് ഉറപ്പാക്കുന്നതിനോടൊപ്പം ഇതിൽ വിജയസാധ്യതയുള്ള സീറ്റ് ലഭ്യമാക്കാനും കെ.സി. വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭരണം കിട്ടിയാൽ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസിനുള്ളിലെ ചർച്ച. കെ.സി. പക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി കെ.സി. വേണുഗോപാലിന്റെ ചിത്രത്തോടു കൂടിയ പോസ്റ്ററുകളും സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തൃശൂർ നാട്ടിക സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ ഈ പോസ്റ്റർ പരസ്യമായി തന്നെ പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ കെ.സിയുടെയും വി.ഡിയുടെയും ചെന്നിത്തലയുടെയും ആളുകളാണ് എല്ലാ സ്ഥാനാർത്ഥികളെന്നും തന്റെ ചിത്രം വെച്ച് പോസ്റ്റർ ഇറക്കാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പോസ്റ്റർ എന്റെ ചിത്രം വെക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാവരും ചിത്രം എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പ്രധാനപ്പെട്ട പോസ്റ്ററുകളൊന്നും അങ്ങനെയൊന്നും പ്രശ്നമില്ല. കെ.സിയുടെ ചിത്രം വെച്ച് പോസ്റ്റർ ഇറക്കുന്നതിൽ പ്രശ്നമില്ലെന്നും അവരെല്ലാം കോൺഗ്രസ് നേതാക്കളാണെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. അവരെല്ലാം കോൺഗ്രസ് നേതാക്കളല്ലേ, അവരുടെ പേരിൽ പടം വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. ഏത് കോൺഗ്രസ് നേതാവിന്റെ പേരിൽ പടം വെച്ചാലും ഒരു തെറ്റുമില്ല. ആര് വന്നാലും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെയല്ലേ കോൺഗ്രസിൽ വലിയ ടീമുണ്ട്, നിങ്ങൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പക്ഷത്തിനായിരുന്നു മേൽക്കൈ. എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ ഉമ്മൻചാണ്ടി പക്ഷം ഭിന്നിക്കുകയും വലിയൊരു വിഭാഗം കെ.സി. പക്ഷത്തേക്ക് മാറുകയും ചെയ്തു. വി.ഡി. സതീശനൊപ്പം നിന്ന പല നേതാക്കളും മറുകണ്ഠം ചാടിയതും കെ.സി. ഗ്രൂപ്പിന്റെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.